പരവൂർ വെടിക്കെട്ടപകടത്തിൽ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഇല്ലെന്ന ആഭ്യന്തരമന്ത്രിയുടെ വാദം പൊളിയുന്നു. മാർച്ച് 31-ന് കൊല്ലം SBCID സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ടിന് അയച്ച രഹസ്യ കത്തിൽ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മത്സരക്കമ്പമാണ് നടക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എക്സ്പ്ലോസീവ് അതോറിറ്റി പ്രത്യേക പരിശോധന നടത്തി സ്ഥലം അപകടരഹിതമാക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊല്ലം കമ്മീഷണർക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അങ്ങനെയൊരു റിപ്പോർട്ട് ഇല്ലെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. അപകടം നടക്കുന്നതിന് 9 ദിവസം മുൻപ്, അതായത് മാർച്ച് 31-നാണ് രഹസ്യാന്വേഷണ വിഭാഗം കൊല്ലം DYSP റിപ്പോർട്ട് SP-ക്ക് കൈമാറിയത്. റിപ്പോർട്ടിന്റെ പകർപ്പ് സിറ്റി പോലീസ് കമ്മീഷണർക്കും കൈമാറിയിരുന്നു. രാത്രി 12 മുതൽ മത്സരക്കമ്പം നടത്താനാണ് തീരുമാനിച്ചിരുന്നതെന്നും വർക്കല കൃഷ്ണൻകുട്ടിയും കഴക്കൂട്ടം സുന്ദരേശനും തമ്മിലാണ് മത്സരമെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. കമ്പത്തിനായി ഓരോരുത്തർക്കും 4,10,000 രൂപ വീതമാണ് നൽകുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എക്സ്പ്ലോസീവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരത്ത് അനിഷ്ട സംഭവങ്ങളോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടാകാതിരിക്കാൻ എക്സ്പ്ലോസീവ് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ കർശന ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടെന്നിരിക്കെയാണ് ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. അല്ല, ആ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. സർക്കാരിന് ലഭിച്ചിട്ടില്ല. രഹസ്യാന്വേഷണ റിപ്പോർട്ടും കളക്ടറുടെ നിരോധന ഉത്തരവും ഉണ്ടായിട്ടും പോലീസ് ഇടപെടാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമാവുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ആഭ്യന്തര സെക്രട്ടറി നടപടിക്ക് ശുപാർശ ചെയ്തുകൂടി കണക്കിലെടുക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തം. പോലീസ് കുറ്റക്കാരാണെന്ന് വന്നാൽ അത് ആഭ്യന്തര വകുപ്പിന് തിരിച്ചടിയാകും എന്നതുകൊണ്ട് തന്നെയാണ് അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. പരവൂർ അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം പാളി. 5000 രൂപ അടിയന്തര ധനസഹായം ലഭിക്കാത്ത നിരവധി പേരാണ് വില്ലേജ് ഓഫീസുകളിൽ പരാതിയുമായി എത്തുന്നത്. ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി വീടുകളിൽ തിരികെ പോയവരാണ് ധനസഹായം ലഭിക്കാത്തവരിൽ ഭൂരിഭാഗവും. നാളെ രാവിലെ മുതൽ ചികിത്സാ സഹായം ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേൽ GS ജയലാൽ MLA നിരാഹാരം നടത്തി. ഇത് പുറ്റിങ്ങൽ സ്വദേശി സുഭാഷ്. വെടിക്കെട്ടിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലെത്തിയ സുഭാഷിന് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം ഇതുവരെ ലഭിച്ചില്ല. പരിക്കുകൾ ഉണ്ടായിട്ടും 5000 രൂപ ധനസഹായത്തിന് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് സുഭാഷ്. നിരവധി പേരാണ് ധനസഹായം ലഭിക്കാതെ പരാതിയുമായി പരവൂർ വില്ലേജ് ഓഫീസിലെത്തുന്നത്. അപ്പൊ അവര് പറയുന്ന രേഖയൊന്നും നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോഴത്തെ ഇതിൽ നമ്മളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ആളിനെ അപ്പോഴേ അങ്ങ് കൊണ്ടുപോയി. പ്രദീപ്. പലരും ധനസഹായം ലഭിക്കാനായി ആശുപത്രിയിലേക്ക് മടങ്ങേണ്ട ഗതികേടിലാണെന്ന് ജയലാൽ MLA ചൂണ്ടിക്കാട്ടി. സർക്കാർ ഔദ്യോഗിക കണക്ക് പ്രകാരം 1149 പേർ വിവിധ ആശുപത്രികളിൽ അപകടത്തിൽ ചികിത്സ തേടി തിരികെ പോയി. 329 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലുണ്ട്. എന്നാൽ പരവൂർ വില്ലേജ് ഓഫീസിൽ പരിധിയിൽ ഇതുവരെ ധനസഹായം ലഭിച്ചത് വെറും 190 പേർക്ക് മാത്രമാണ്. ദുരന്തത്തിൽപ്പെട്ട് പോറലേറ്റാൽ പോലും അവർക്ക് ചികിത്സാ ധനസഹായം നൽകുമെന്നായിരുന്നു മന്ത്രിസഭ പറഞ്ഞിരുന്നത്. സുഭാഷിനെ പോലെ നിരവധി പേർക്കാണ് ഇപ്പോഴും ചികിത്സാ ധനസഹായം നിഷേധിച്ചിരിക്കുന്നത്. പരവൂരിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന തന്റെ റിപ്പോർട്ട് മറികടന്ന് ആഭ്യന്തരമന്ത്രി DGP-യോട് റിപ്പോർട്ട് തേടിയതിലുള്ള അതൃപ്തി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. തന്റെ റിപ്പോർട്ട് സർക്കാർ DGP-ക്ക് കൈമാറിയത് ശരിയായില്ലെന്നും കാര്യങ്ങൾ വിലയിരുത്തിയാണ് നടപടിക്ക് ശുപാർശ ചെയ്തതെന്നും ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിയെ അറിയിച്ചു. പുറ്റിങ്ങലിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട്. അതേസമയം DGP-യോട് റിപ്പോർട്ട് തേടിയതിൽ അപാകതയില്ലെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വെടിക്കെട്ട് നടത്തരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയുടെ റിപ്പോർട്ട്. സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ്, ചാത്തന്നൂർ ACP, പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർക്കെതിരെ നടപടി ശുപാർശ ചെയ്തായിരുന്നു നളിനി നെറ്റോ ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ അപകടം ഉണ്ടാകാനിടയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതായും ഏപ്രിൽ 8-ന് കളക്ടർ നൽകിയ നിരോധന ഉത്തരവ് പാലിച്ചില്ലെന്നും വെടിക്കെട്ട് നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കിയ ശേഷവും സിറ്റി പോലീസ് കമ്മീഷണറും ACP-യും CI-യും ക്ഷേത്രഭാരവാഹികളും അപകടം നടന്ന ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും നളിനി നെറ്റോ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വെടിക്കെട്ട് തുടങ്ങുമ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിയമം നടപ്പാക്കുന്നതിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്ത് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ശുപാർശ. എന്നാൽ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് മറികടന്ന് ആഭ്യന്തരമന്ത്രി DGP-യോട് റിപ്പോർട്ട് തേടി. ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിട്ടും നടപടി സ്വീകരിക്കാതെ പദവിയിൽ താഴെയുള്ള DGP-യോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയതിലുള്ള അതൃപ്തി നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പോലീസിനെതിരെ നടപടിയെടുത്താൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെ വിലയിരുത്തുമെന്നതുകൊണ്ട്
ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വ്യക്തം. അതേസമയം DGPയോട് റിപ്പോർട്ട് തേടിയതിൽ അപാകതയില്ലെന്നും നളിനി നെറ്റോ തന്നോട് അതൃപ്തിയൊന്നും അറിയിച്ചിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭിപ്രായം തേടിയെന്നുള്ളതിൽ ഒരു അപാകതയുമില്ല. അങ്ങനെ സാധാരണഗതി ചെയ്യാറുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നോടൊരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നിയമ സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം പ്രധാനമന്ത്രി വരുന്നതിനെ എതിർത്തിരുന്നുവെന്ന് DGP സെൻകുമാർ. രക്ഷാപ്രവർത്തനത്തിനിടെ സുരക്ഷ ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനത്തെ എതിർത്തതെന്നും സെൻകുമാർ പറഞ്ഞു. യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും DGP ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായി 12 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ബന്ധപ്പെട്ടപ്പോൾ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചു. എന്നാൽ പ്രധാനമന്ത്രി വരുമെന്നുറപ്പായതോടെ മറ്റു പോംവഴികൾ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കിയെന്നും DGP സെൻകുമാർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് DGP സെൻകുമാർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി അന്നേ ദിവസം തന്നെ സന്ദർശനം നടത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ആദ്യമായാണ് സംസ്ഥാനത്തെ പോലീസ് തലവൻ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പരവൂർ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തിരുവനന്തപുരം നവായിക്കുളം പട്ടികജാതി കോളനിയിലെ അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കിട്ടിയത് 2 ദിവസത്തിന് ശേഷം. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ. വെടിക്കെട്ട് അപകടത്തിന് ശേഷം തന്റെ മകനെ പലരും കണ്ടുവെന്ന വാർത്തയാണ് പൊന്നമ്മയ്ക്ക് സമാധാനം നൽകിയത്. എന്നാൽ മകൻ വീട്ടിലെത്താൻ വൈകിയതോടെ മകനെ തിരക്കി ആശുപത്രികളിലെത്തി. ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മകന്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടത്. ഇതിനിടയിൽ 2 കൂട്ടർ ഈ മൃതദേഹവുമായി വീട്ടിൽ പോകുകയും പിന്നീട് മരണപ്പെട്ടു എന്ന് കരുതിയ വ്യക്തികൾ വീട്ടിലെത്തിയപ്പോൾ മൃതദേഹം മാറിപ്പോയതറിഞ്ഞ് തിരിച്ചു നൽകുകയുമായിരുന്നു. ഇങ്ങനെയുണ്ടായ കാലതാമസമാണ് അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകാൻ വൈകിയതെന്നാണ് അധികാരികൾ പറയുന്നത്. 3 അവകാശികളോളം വന്നു. ആദ്യ ദിവസം വേറെ കൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവർക്ക് മനസ്സിലായി അവരുടെ ബോഡി അല്ലെന്ന് അവർ തിരിച്ച് അപ്പോഴേ കൊണ്ടുവന്നു. ആ ടൈം അതിനകത്തുണ്ട്. ഇന്നലെ മുതൽ അവർ രാവിലെ മുതൽ ഇട്ടോട്ട് ഓടെയാണ്. അതിന് വെച്ചാൽ പാവങ്ങളാണ്. അവർക്ക് എന്തുമാത്രം പണച്ചെലവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്തും സംഭവിച്ചു എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിയണം. പറക്കമുറ്റാത്ത 2 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് വെടിക്കെട്ട് അപകടത്തോടെ തകർന്നത്. കൂലിപ്പണിക്കാരനായ അനിലിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇതിനായി പഞ്ചായത്തിന്റെയും മറ്റും സഹായത്തോടെ വീടിന്റെ പണി പാതി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഏക ആശ്രയം നഷ്ടപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിന്റെ മുന്നിലുള്ളത്. ക്യാമറാമാൻ സജുവിനൊപ്പം ഷജഹാൻ. ശബരിമലയിൽ വെടിവഴിപാട് നിരോധിച്ച കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹർജിയിലാണ് കോടതിയുടെ നടപടി. സ്ഫോടക വസ്തു ചട്ടപ്രകാരം ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയാൽ തീരുമാനമാകും വരെ ലൈസൻസ് ഉള്ളതായി കണക്കാക്കാൻ വ്യവസ്ഥയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും കുറ്റക്കാരെന്ന കോടതി. കേസിൽ തിങ്കളാഴ്ച വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. അതേസമയം 2 പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം നടന്നത് 2014 ഏപ്രിൽ 16-നാണ്. കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ IT സ്ഥാപനത്തിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്ത നീനോ മാത്യുവും ടീം ലീഡറായിരുന്ന ഭർത്താവും ഒരു മകളുമുള്ള അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത പ്രണയബന്ധമാണ് നാടിനെ നടക്കുന്ന അരുംകൊലയ്ക്ക് വഴിവെച്ചത്. നീനോ മാത്യുവും അനുശാന്തിയും ചേർന്ന് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന്റെ അമ്മയെയും 4 വയസ്സുള്ള കുഞ്ഞിനെയും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ലിജീഷിനെ മുളകുപൊടി വിതറി വെട്ടിക്കൊലപ്പെടുത്താൻ വീട്ടിൽ ഒളിച്ചിരുന്ന നിനോ മാത്യു ശ്രമിച്ചുവെങ്കിലും വെട്ടേറ്റ ലിജീഷ് ഓടി രക്ഷപ്പെട്ടു. ലിജീഷിന്റെ പരാതിയെ തുടർന്ന് നിനോ മാത്യുവിനെ പിടികൂടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവത്തിന്റെ ചുരുളുകൾ അഴിയുകയുമായിരുന്നു. 2015 സെപ്റ്റംബർ 8-ന് പ്രതികൾക്ക് കുറ്റപത്രം നൽകിയ കോടതി ഒക്ടോബർ 12-നാണ് വിചാരണ ആരംഭിച്ചത്. 5.5 മാസത്തോളം നീണ്ട വിചാരണയിൽ 49 സാക്ഷികളെ വിസ്തരിച്ചു. കൂടാതെ 41 തൊണ്ടിമുതലുകളും കോടതി തെളിവായി സ്വീകരിച്ചു. കേസ് വിധി പറയുന്നതിനായി പരിഗണിച്ച തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷിർസി 1-ാം പ്രതിയായ നിനോ മാത്യുവിനെയും 2-ാം പ്രതിയായ അനുശാന്തിയെയും കുറ്റക്കാരാണെന്ന് വിധിച്ചു. പ്രതികൾ കൊലപാതകം, ഗൂഢാലോചന, മോഷണം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതക ശ്രമം എന്നിവ ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നും ജഡ്ജി പറഞ്ഞു.
തുടർന്ന് നടന്ന വാദത്തിൽ പ്രതികൾ കുറ്റം നിഷേധിച്ചു. തനിക്ക് പ്രായമായ അമ്മയും കുട്ടിയുമുണ്ടെന്ന് നിനോ മാത്യു പറഞ്ഞു. അതേസമയം താൻ കുഞ്ഞിനെ കൊല്ലാനോ ആരെയും ഉപദ്രവിക്കാനോ കൂട്ടുനിന്നിട്ടില്ലെന്നും കുഞ്ഞിനെ കൊന്ന അമ്മയെന്ന് തന്നെ വിധിക്കരുതെന്നും അനുശാന്തി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ക്രൂരമായ കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ വാദിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് ഇതെന്നുള്ളതുകൊണ്ട് രണ്ട് പ്രതികൾക്കും വധശിക്ഷ കൊടുക്കേണ്ടതാണെന്നുള്ളൊരു ആർഗ്യുമെന്റാണ് ഞാൻ പറഞ്ഞത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലിജീഷ് പറഞ്ഞു. വിധിവരെ കാത്തിരിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിന്റെ ഫലമാണിത്. എന്നാൽ അനുശാന്തിക്ക് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണെന്നും നിനോ മാത്യുവിന്റെ ഭാര്യയുടെ വിശദീകരണം കൂടി കേൾക്കണമെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയ കോടതി കേസ് വിധി പറയുന്നതിനായി ഏപ്രിൽ 18 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വിദേശയാത്രയുടെയും ചികിത്സയുടെയും പേരിൽ സംസ്ഥാന മന്ത്രിമാർ പൊടിച്ചത് 7 കോടിയോളം രൂപ. വിദേശയാത്രയിൽ MK മുനീറും സ്വദേശയാത്രയിൽ K ബാബുവുമാണ് ഏറ്റവും കൂടുതൽ യാത്രാബത്ത കൈപ്പറ്റിയിരിക്കുന്നത്. അധികാരമേറ്റത് മുതൽ കഴിഞ്ഞ ജനുവരി വരെയുള്ള കാലയളവിൽ മന്ത്രിമാർ നടത്തിയ വിദേശയാത്രയുടെയും ചികിത്സാ ചെലവിന്റെയും കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വിദേശയാത്രയിൽ യാത്രാബത്ത ഇനത്തിൽ 5,62,73,122 രൂപയും വിമാന ടിക്കറ്റ് ചാർജ് വകയിൽ 42,13,817 താമസത്തിനായി 3,37,164 രൂപയുമടക്കം ആകെ 6,08,24,103 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള ചികിത്സയുടെ പേരിൽ 87,70,75,433 രൂപയും ചെലവഴിച്ചു. വിദേശയാത്രയിൽ കൂടുതൽ തുക ചെലവഴിച്ചത് മന്ത്രി MK മുനീറാണ്. 43,75,852 രൂപ. തൊട്ടുപിറകിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശുമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പലരും സഞ്ചരിച്ച രാജ്യങ്ങൾ നൽകാത്തതിനൊപ്പം എന്ത് രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. ചികിത്സയ്ക്കായി കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളതും MK മുനീറാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഇന്ത്യക്കകത്ത് സഞ്ചരിച്ചതിന്റെ പേരിൽ കൈപ്പറ്റിയ യാത്രാബത്ത 4,62,32,639 രൂപയുമാണ്. ഇക്കൂട്ടത്തിൽ 1,82,46,114 രൂപ കൈപ്പറ്റിയ K ബാബുവാണ് ഒന്നാം സ്ഥാനത്ത്. ശമ്പളമായി 5,05,44,147 രൂപ മന്ത്രിമാർ കൈപ്പറ്റിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ൽ ഐക്യം നഷ്ടമായ AK ആന്റണി. പലർക്കും മുറിവേറ്റിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സുധീരനും ചേർന്ന് പാർട്ടിയെ നയിക്കുമെന്നും ആന്റണി പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അരുവിക്കര ഇലക്ഷന് ശേഷം ഉണ്ടായ അനുകൂലമായ അന്തരീക്ഷം കുറച്ചൊക്കെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ അതൊക്കെ വീണ്ടും മാറി വരുന്നുണ്ട്. വീണ്ടും കാര്യങ്ങൾ നേരെയായി വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് പരിഭവങ്ങളുണ്ട്, ന്യായമായ പരിഭവങ്ങളുണ്ട്, പിണക്കങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇലക്ഷൻ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. തൃശൂർ പൂരം നടത്താൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. കോടതി വിധിക്ക് അനുസൃതമായി ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിയുള്ള വെടിക്കെട്ട് നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയും പറഞ്ഞു. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ദേവസ്വങ്ങളും വ്യക്തമാക്കി. പൂരത്തിന് ഇളവുകൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളോടെ പൂരം നടത്താൻ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി കോടതി വിധികൾക്കും നിയമങ്ങൾക്കും സുരക്ഷാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി നടത്താനായിട്ട് തീരുമാനമെടുത്തു. അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. ആന എഴുന്നള്ളിപ്പിലും നിയമങ്ങൾ പാലിക്കാൻ ദേവസ്വം ഭാരവാഹികൾ ധാരണയിലെത്തി. അടുത്ത വർഷം മുതൽ ശബ്ദ തീവ്രത കുറച്ച് വെടിക്കെട്ട് നവീന രീതിയിലാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ഒരു വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിക്കുന്ന ചില നിയമങ്ങൾ പരിപാലിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ ലോകത്തെമ്പാടും നടക്കുന്ന വെടിക്കെട്ടുകളുണ്ട്. ലേസർ ഫയർവർക്സ് ആണ്, വർണ്ണപ്പൊലിമയോടുകൂടി നടത്തുന്നതാണ്. ആ തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കോടതിയും സർക്കാരും നിർദ്ദേശിച്ച നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉറപ്പു നൽകി. ഈ രണ്ട് ദേവസ്വങ്ങളും തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ഇവിടുത്തെ റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടുമൊക്കെ വളരെയധികം സഹകരിച്ച് ഒരു പാരസ്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരാറുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും തുടരും. പറവൂർ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരു ദേവസ്വങ്ങളും 5 ലക്ഷം രൂപ കൈമാറി.
ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.